പൊങ്കാലയ്ക്ക് വന്നിരിക്കുകയാണ്. ഇതിപ്പോ എത്രാമത്തെ കൊല്ലത്തെ പൊങ്കാല അടിക്കും? ഇത് ഞാൻ കഴിഞ്ഞ വർഷം ഇട്ടുണ്ടായിരുന്നു, ഇത് രണ്ടാമത്തെയാണ്. കഴിഞ്ഞ എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? കഴിഞ്ഞ വർഷത്തെ എക്സ്പീരിയൻസ് അന്നാണ് ആദ്യത്തെ ഞാൻ പൊങ്കാല ഇട്ടിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഭയങ്കര സന്തോഷം. എന്താ പറയുക, ഈ വർഷവും ഇടാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല, പക്ഷേ ഈ പ്രാവശ്യം പൊങ്കാല കൂടാൻ പറ്റി. ഇനിയുള്ള എല്ലാ കൊല്ലവും ഇതുപോലെ തന്നെ സാധിക്കട്ടെ എന്ന് ദേവിയോട് പ്രാർത്ഥിക്കുക. അമ്മ ജീവിതത്തിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും? ഞാൻ ആക്ച്വലി 15 ഇയേഴ്സായി ഞാൻ ഈ ഫീൽഡിൽ വന്നിട്ട്. ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നതും അന്ന് ഫസ്റ്റ് താമസിക്കാൻ വരുന്നതും ഇവിടെ ഗൗരിവന്ദനത്തിൽ തന്നെയാണ്. അന്ന് മുതൽ എൻ്റെ ഒരു വളർച്ച സത്യം പറഞ്ഞാൽ ഇവിടുന്ന് തന്നെയായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇവിടുന്ന് മാറി കുറച്ച് അപ്പുറത്തോട്ട് താമസം മാറിയത്. അന്ന് മുതൽ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ദേവിയുടെ പാട്ടും ഇതെല്ലാം കേട്ട് വണ്ടി വരുന്ന സമയത്ത് ഓടിപ്പോയി തൊഴുതിട്ട് വരാറാണ് പതിവുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു നമ്മളവിടെ പോയി പ്രാർത്ഥിച്ചതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു ഗുണം നമുക്ക് കിട്ടിയിട്ടുമുണ്ട്. ഇക്കൊല്ലം പൊങ്കാലിടുമ്പോൾ എത്രത്തോളം പ്രതീക്ഷയുണ്ട് ഭാവിയെ പറ്റിയൊക്കെ? അയ്യോ, അങ്ങനെ നമ്മൾ പ്രതീക്ഷ ഒന്നും പറയില്ല. എല്ലാം ഒരു ഫ്ലോയിൽ അങ്ങ് പോവുക. ഇതുവരെ ദൈവങ്ങളെല്ലാം ഇതുവരെ എത്തിച്ചു. ഇനി അങ്ങോട്ട് നമ്മുടെ കൂടെ ഉണ്ടാവും എന്നുള്ള വിശ്വാസമുണ്ട്. അപ്പൊ ഇനിയും എന്താ പറയാ, ഇനി അപ്കമിങ് വർക്ക്സ് ഏതൊക്കെയാണ്? എന്തോ ഇനി വരുന്ന വർക്ക്സ് ഏതൊക്കെയാണ്? ഇനി വരുന്ന വർക്ക്സ് ഏതൊക്കെയാണ്? സീരിയൽ, സിനിമ വർക്ക്സോ? ഇല്ല, ഞാനിപ്പോൾ ഈ വർക്ക് ഏഷ്യാൻ്റെ ചെമ്പനീർപ്പൂ എന്ന് പറഞ്ഞ സീരിയൽ ചെയ്യുക. അത് തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണ്. നമുക്ക് ഒരെണ്ണം ചെയ്യാൻ പറ്റുള്ളൂ അറ്റ് എ ടൈം. അപ്പോൾ നമ്മുടെ ഓഡിയൻസിന് വേണ്ടി ഒരു ആശംസ പറയാമോ? എന്താശംസയാണ്? എന്താണ്, ആറ്റുകാൽ പൊങ്കാല ആശംസ ആദ്യം തന്നെ നേരെയാണ്. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർ ഒരുപാട് പ്രാർത്ഥനകളോട് കൂടിയാണ് വന്നിരിക്കുന്നത്. എല്ലാവരുടെയും പ്രാർത്ഥന ദേവി കാണട്ടെ, എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ പൊങ്കാലയുടെ ഐതിഹ്യം അറിയാമോ? ഇല്ല, അതൊക്കെ വേണം ചേട്ടാ. ഫസ്റ്റ് താമസിക്കുന്നത് നിങ്ങൾ ഈ പുറകെ കാണുന്ന മുറിയിലായിരുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ വെളുപ്പിന് നമ്മൾ 5 മണിക്ക് ദേവിയുടെ പ്രാർത്ഥനയും പാട്ടൊക്കെ കേട്ടിട്ട് നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നുണ്ടായിരുന്നത്. അന്ന് മുതൽ നമ്മൾ ഓരോരുത്തരും വന്ന് പ്രാർത്ഥിക്കുന്നതും എല്ലാം നമ്മൾ കാണുന്നതാണ്. അന്ന് നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന പ്രാർത്ഥനകളെല്ലാം എനിക്ക് തോന്നുന്നു ഒരു 10 വർഷത്തിന് ശേഷം ഞാനിവിടെ നിൽക്കുമ്പോൾ അതെല്ലാം നടന്നിട്ടുണ്ട്. നല്ല ഒരു സ്ഥാനത്തെത്തിയിട്ടുണ്ട്. എല്ലാത്തിനും ദൈവത്തിന് അനുഗ്രഹം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എനിക്ക് അങ്ങനെ സമയം കിട്ടുമ്പോൾ ഞാൻ ദേവിയുടെ അടുത്ത് വരാറുണ്ട്. അപ്പോൾ ഓരോ വർഷം ഇവിടെ പൊങ്കാലിടാൻ വരുന്നവരുടെ എണ്ണം ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുക. വിച്ച് മീൻസ് വിശ്വാസവും അതുപോലെ തന്നെ എല്ലാവരുടെയും കൂടുന്നുണ്ടെന്നാണല്ലോ. ഒരു വട്ടം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഓട്ടോമാറ്റിക്കലി അടുത്ത വർഷം മുതൽ ഇടാൻ തോന്നും എന്നുള്ളത് വലിയൊരു സത്യമാണ്. കാരണം കഴിഞ്ഞ വർഷം ഇട്ടപ്പോഴേ ഞങ്ങൾ തീരുമാനിച്ചതാണ് അടുത്ത വർഷം നമ്മൾ ഇടും എന്നുള്ളത് തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷെ ഇടാൻ പറ്റിയില്ലെങ്കിലും എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ വരാനും അവരുടെ കൂടെ ഇരിക്കുക അതിന് സാധിച്ചു. ഇതുപോലെ തന്നെ അടുത്ത വർഷവും വരും എന്നുള്ളത് പൊങ്കാല ഇടാൻ പറ്റാത്തതിന് വിഷമമാണ്. ഉറപ്പായിട്ടും അയ്യോ നല്ല വിഷമമുണ്ട്. പക്ഷെ ഈ നടയിൽ ഇവിടെ വരാൻ പറ്റുന്നത് വലിയ ഭാഗ്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിന് സാധിച്ചു. അടുത്ത വർഷം അവസരം കിട്ടിയാൽ പൊങ്കാല ഇടും. തീർച്ചയായും, അയ്യോ തീർച്ചയായും. ഞങ്ങൾ അല്ലെങ്കിലും പൊങ്കാല ഇടണം എന്ന് തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ചില സാങ്കേതിക കാരണങ്ങളാൽ പറ്റിയില്ല. പക്ഷെ കുഴപ്പമില്ല, വിഷമമില്ല. കാരണം ഇവിടെ ഈ ഒരു എന്താണ് പൊങ്കാല ഇടുന്ന സമയത്ത് നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നുണ്ടല്ലോ. അതന്നെ വലിയൊരു ഭാഗ്യമാണ്.